എല്ലാം പോയി, എല്ലാം സീറോയി. അന്നേരം ആത്മഹത്യ അല്ലാതെ വേറെ ഓരോ ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇതിങ്ങനെ ആത്മഹത്യ തന്നെ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മോളുണ്ട്, അവളെ കാണാൻ രസമുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ അച്ഛനും അമ്മയായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഗൾഫിൽ തന്നെ പോകുന്നത്. ഞാനൊരു 7 വർഷമാണ് ഓണ്ടർപ്രണർ വർക്ക് ചെയ്തത്. മാർക്കറ്റിംഗ് കിട്ടി. അതെ, 1000 കോടി ടേൺ ഓവറോളം എത്തിപ്പെടാൻ പറ്റി. വലിയൊരു എന്താ പറയുക, വലിയൊരു വഴിത്തിരിവ് എന്തായിരുന്നു അത്? വഴിത്തിരിവ് ആത്മഹത്യക്കുള്ള വഴിത്തിരിവിലേക്ക് എത്തിച്ചു ബിസിനസ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച്. എന്താ വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് പെട്ടെന്ന് അവരുടെ MD ചൂതുകളി കൂടെ കൊളാപ്സായി. ഈ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ അതിൻ്റെ സർവീസും അതിൻ്റെ ആഫ്റ്റർ സർവീസും ചോദിച്ചിട്ട് ആൾക്കാർ പലരും പേയ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്തു. അങ്ങനെ ഒരു 7 കോടി രൂപ ഡെറ്റായി. എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ? എല്ലാം പോയി, എല്ലാം സീറോയി. അന്ന് ശനിയാഴ്ചകളിൽ ഫ്രണ്ട്സ് വിളിക്കും, നമുക്ക് ടാജിൽ പോയിട്ട് ഫുഡ് കഴിക്കണ്ടേ, ടാജിൽ പോയിട്ട് പാർട്ടി നടത്തണ്ടേ, പിന്നെ പാർട്ടിക്കും ആളില്ല, ഫുഡിനും ആളില്ലാത്ത അവസ്ഥയായി. അന്നേരം ആത്മഹത്യ അല്ലാതെ വേറെ ഓരോ ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇതിങ്ങനെ ആത്മഹത്യ തന്നെ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മോളുണ്ട്, അവളെ കാണാൻ രസമുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ അച്ഛനും അമ്മയായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഗൾഫിൽ തന്നെ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സിലൊരു 40-45% ആൾക്കാരും ഗൾഫിലാണ് പഠിച്ചിരുന്നതിൽ. പോകാതിരിക്കണേ അച്ഛനമ്മയും വിട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. അതിനെ വെച്ച് ഇവരെ വിട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇത്ര നാൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീഫോം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള. പിന്നെ ഭാര്യ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭാര്യ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹീറോ ആയിരുന്നല്ലോ, സീറോയിൽ നിന്ന് ഹീറോ ആയതുകൊണ്ട് നമുക്കെല്ലാം സക്സസ് വരും എന്നുള്ളതായിരുന്നു ഓവർ കാൽക്കുലേഷൻ.